അങ്ങനെ ഡൽഹിയിൽ നിന്ന് സിഡ്നിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറുവാണ്. 12 മണിക്കൂർ ഒരേ ഇരിപ്പിരിക്കണം. പിന്നെ ആകെയുള്ള ആശ്വാസം സീറ്റിൽ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഫിലിം എന്തെങ്കിലും കാണാം എന്നുള്ളതാണ്. പോരാഞ്ഞിട്ട് വൈഫൈയും നമ്മുടെ പേഴ്സണൽ ഡിവൈസിൽ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ എന്റെ സീറ്റിലെ ഡിസ്പ്ലേ മാത്രം വർക്ക് ചെയ്യുന്നില്ല, വൈഫൈയും വർക്ക് ആവുന്നില്ല. എയർ ഹോസ്റ്റസിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ റെഡിയാക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതല്ലാതെ ഒന്നും നടന്നില്ല. ഫ്ലൈറ്റിനകത്തിരുന്ന് വർക്ക് ചെയ്യാം എന്നുള്ള പ്ലാനിലാണല്ലോ വന്നത്, എല്ലാം പാളി. വായിക്കാൻ വേണ്ടി കുറച്ച് ബുക്സ് എടുത്തതാണെങ്കിലും ലഗേജിലുമായി പോയി. സമയം പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു. കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ നടന്നു. അവരുടെ പാൻട്രിയിൽ എന്തൊക്കെയാ പരിപാടി എന്ന് നോക്കി നിന്നു. പിന്നെ കുറച്ചു നേരം ഇതേ പിടിച്ച് കുത്തിക്കൊണ്ടിരുന്നു. പോരാഞ്ഞിട്ട് കുറച്ചു നേരം അപ്പുറത്തെ ഡിസ്പ്ലേയിൽ നോക്കിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾസ് ഒക്കെ മറിച്ച് നോക്കി. ഫ്ലൈറ്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതൊക്കെ ഇത്രയും നാളും പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കംപ്ലീറ്റ് വായിച്ച് നോക്കുന്നത്. ഇടയ്ക്ക് ഇതിനകത്തും പോയിരുന്നു. ഇടയ്ക്ക് 2 സെൽഫിയും എടുക്കാൻ മറന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് ഫുഡ് വന്നു. ഈ ഗുലാബ് ജാമിന്റെ കൂടെ വരുന്ന പുഡിംഗ് ഉണ്ടല്ലോ, ഈ ബണ്ണിന്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. മിക്കവാറും ഫ്ലൈറ്റ്സിൽ ഇത് കിട്ടും കേട്ടോ. പിന്നെ ലഞ്ച് വന്നു, ഡിന്നർ വന്നു, പിന്നെ വേറെന്തോ വന്നു. ഉറക്കം വരുമ്പോ എയർ ടർബുലൻസ് വന്ന് ഫ്ലൈറ്റ് മൊത്തത്തിൽ കുലുങ്ങി ഞെട്ടി എഴുന്നേൽക്കും. അങ്ങനെ അവസാനം ഇടയ്ക്ക് എപ്പോഴും ഉറങ്ങി എഴുന്നേറ്റപ്പോ പുറത്ത് നല്ല സൺറൈസ്. അതങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്നു. ഇനി 1 മണിക്കൂർ കൂടെയുള്ളൂ സിഡ്നിയിലെത്താൻ. ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്യാൻ തന്നു. നമ്മുടെ ലഗേജിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഫൈനലി സിഡ്നിയിലോട്ട് ലാൻഡ് ചെയ്യുവാണ് ഒരു ലോഡ് ഇന്ത്യൻസുമായി. ഈ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടാ തോന്നും ഇപ്പൊ അങ്ങ് ഇറങ്ങുമെന്ന്. ഒരു 30 മിനിറ്റ് കുറഞ്ഞത് ഇവിടെ നിന്ന് കാണും. അങ്ങനെ ഇമിഗ്രേഷനിൽ ചെന്നപ്പോൾ അടുത്ത ടെസ്റ്റ്. അതിന്റെ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ വരാവേ. സ്റ്റേ ട്യൂൺ.